ബഹുമാനരായ സത്യവിശ്വാസിനികളെ, സർവശക്തനായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ അനുസരിച്ച് കഴിവിൻ്റെ പരമാവധി ജീവിതത്തിൽ അള്ളാഹുവിനെ തഖ്വ ചെയ്ത് ജീവിക്കണമെന്ന് ആമുഖമായി എന്നോടും നിങ്ങളോടും വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മുത്തഖീങ്ങളായിട്ട് ജീവിച്ച് മുസ്ലിമായി മരിക്കാനുള്ള തൗഫീഖ് നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. പ്രിയമുള്ളവരെ, മഹാനായ സ്വഹാബി അബീ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു പറയുന്നുണ്ട്, ഒരിക്കൽ ഞങ്ങൾ റസൂലിൻ്റെ സദസ്സ് പങ്കിടുമ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളടങ്ങുന്ന മുസ്ലിം പൊതുസമൂഹത്തോടെന്ന പോലെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയുണ്ടായി, ഇന്നല്ലാഹ ഖദ് ഫറള അലൈക്കുമുൽ ഹജ്ജ് ഫഹുജ്ജു. തീർച്ചയായിട്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് ഹജ്ജ് നിർബന്ധമാക്കിയിരിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾ ഓരോരുത്തരും ആ ഹജ്ജ് കർമ്മം പൂർത്തീകരിക്കണേ എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇത് പറഞ്ഞു നിർത്തുമ്പോൾ ഒരു സ്വഹാബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിക്കുന്നുണ്ട്, അഫീകുല്ലി ഹാമിൻ യാ റസൂലല്ലാഹ്, റസൂൽ എല്ലാ വർഷവും നമ്മൾ ഹജ്ജ് ചെയ്യണോ എന്ന് റസൂലിനോട് ഒരു സ്വഹാബി ചോദിച്ചു. പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മറുപടി പറഞ്ഞില്ല, മൗനമാണ് പ്രവാചകൻ നടപ്പിലാക്കിയത്. ശേഷവും ഈ സ്വഹാബി അതേ ചോദ്യം ആവർത്തിച്ചു, അഫീകുല്ലി ആമിൻ യാ റസൂലല്ലാഹ്, അല്ലാഹുവിൻ്റെ റസൂലേ ഹജ്ജ് നിർബന്ധമാണ് എന്ന് പറഞ്ഞു, ഹജ്ജ് ചെയ്യാൻ നമ്മളോട് ആവശ്യപ്പെട്ടു, എല്ലാ വർഷവും അത് ചെയ്യേണ്ടതുണ്ടോ എന്ന് പിന്നെയും ചോദിച്ചു. അപ്പോഴും പ്രവാചകൻ മൗനം അവലംബിച്ചു, മറുപടി പറഞ്ഞില്ല. പക്ഷെ ആ സഹാബി പ്രവാചകനെ വിടാൻ കൂട്ടാക്കിയില്ല. അയാൾ ആ ചോദ്യം പിന്നെയും ആവർത്തിച്ചു, പ്രവാചകരെ അഫീകുല്ലി ആമിൻ യാ റസൂലല്ലാഹ്. അദ്ദേഹത്തിൻ്റെ ചോദ്യം ആവർത്തിക്കുന്നതിൻ്റെ കാരണം ഒരു പക്ഷേ റസൂലുള്ളാഹി തൻ്റെ ചോദ്യത്തിൻ്റെ സ്വഭാവം മനസ്സിലാക്കിയിട്ടില്ലയോ, അല്ലെങ്കിൽ പ്രവാചകൻ വ്യക്തമായി കേട്ടില്ലയോ, എന്താണ് ഈ ചോദ്യത്തിന് ഉത്തരം പ്രവാചകൻ ആലോചിക്കുന്നുണ്ടോ, അതുകൊണ്ട് ആ വിഷയത്തിലൊരു പൂർത്തീകരണം, ഒരു മറുപടിയിൽ പൂർത്തീകരിക്കപ്പെടട്ടെ എന്ന് കണക്കാക്കിയാണ് ഈ ചോദ്യം ആവർത്തിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സമാനമായ ചോദ്യം 3 ആവർത്തിയും പ്രവാചകന്റെ മുമ്പിലേക്ക് വന്നപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ലൗ ഖുൽതു നഅം, എല്ലാ വർഷവും ഹജ്ജ് ചെയ്യൽ നിർബന്ധമാണോ എന്ന ചോദ്യത്തിന് വളരെ എളുപ്പം എനിക്ക് പറയാൻ കഴിയുന്ന ഒരു മറുപടി എന്ന നിലയിൽ അതെ ചെയ്തോട്ടെ, നല്ല കാര്യമല്ലേ. ഒരു നല്ല കാര്യത്തെ എന്തിനാണ് തടയുന്നത്? നല്ല കാര്യം ആര് ചെയ്യാൻ അനുവാദം ചോദിച്ചാലും ചെയ്തോളൂ എന്ന് പറയുന്നത് പോലെ അതെ എല്ലാ വർഷവും ചെയ്യണം എന്ന് അതേ എന്നൊരു ഒറ്റ വാക്കുകൊണ്ട് ഞാൻ മറുപടി പറഞ്ഞാൽ ലവജബത്ത്, അതെല്ലാ വർഷവും നിങ്ങൾക്ക് നിർബന്ധമായി തീരും. അതാണെങ്കിലോ നിങ്ങൾക്കത് പൂർണ്ണമായി എല്ലാ വർഷവും നിർവഹിക്കൽ പ്രയാസവുമാണ്. ആ ഒരു അവസ്ഥയിൽ നിങ്ങൾ ദീനിന്റെ വിഷയത്തിൽ ഞാൻ പറയുന്നത് നിങ്ങൾ അനുസരിക്കുക, എൻ്റെ മൗനത്തിൽ നിങ്ങൾ ചോദ്യങ്ങളുമായി വരരുത്. ഈ ഇസ്ലാമിന്റെ വിഷയത്തിൽ, മതത്തിന്റെ വിഷയത്തിൽ പൊതുവായ ഒരു നിർദ്ദേശം റസൂൽ പലപ്പോഴും പറഞ്ഞിട്ടുള്ള സംഗതി ആ സഹാബത്തിനോട്. അള്ളാഹു ഒരു കാര്യം പറയും, അള്ളാഹു ഒരു കാര്യം പറഞ്ഞാൽ അനുസരിക്കുക, ചെയ്യുക എന്നതിനപ്പുറത്തേക്ക് ഈ ചോദ്യങ്ങളും ഉപചോദ്യങ്ങളുമായിട്ട് വളരെ കുടുസായ ഒരു അവസ്ഥയിലേക്ക് മനുഷ്യർ ചെന്ന് ചേരാൻ പാടില്ല. വലാ തുഷദ്ദിദ് ദീന എന്ന് മതം വളരെ ലളിതമാണ്. മനുഷ്യ പ്രകൃതിക്ക് ഇണങ്ങുന്ന വിധത്തിൽ വളരെ സരളവും ലളിതവുമായിട്ടാണ് മതത്തിന്റെ ഓരോ ചട്ടക്കൂടുകളും അള്ളാഹു നമ്മളെ പഠിപ്പിക്കുന്നത്. അള്ളാഹുവും റസൂലും പറയുന്നത് അനുസരിക്കുക എന്നതിനപ്പുറത്ത് ചോദ്യങ്ങൾ ചോദിച്ച് വളരെ കുടുസായ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തിപ്പെടുകയും മതം നമുക്ക് തന്നെ പ്രയാസമായി തീരുകയും ചെയ്യുന്ന ഒരു സാഹചര്യം നമ്മളായിട്ട് സൃഷ്ടിക്കാൻ പാടില്ല, ബനൂ ഇസ്രായേലുകളെ പോലെയെന്ന്. ഈ ബനൂ ഇസ്രായേലുകളോട് അള്ളാഹു പറഞ്ഞതാണ്, ഒരു ദുർഘടകം പിടിച്ചൊരു സാഹചര്യത്തിൽ ഒരു മനുഷ്യൻ കൊല്ലപ്പെടുകയും ആ ഘാതകനെ കുറിച്ചുള്ള യാതൊരുവിധ എവിഡൻസുകളും കിട്ടാതെ പോവുകയും ഘാതകനെ കണ്ടുപിടിക്കാൻ അവരെ കൊണ്ട് കഴിയാതെ പോവുകയും ചെയ്തൊരു പശ്ചാത്തലത്തിൽ പ്രവാചകൻ മൂസ നബി അലൈഹിസ്സലാമിന്റെ മുമ്പിലേക്ക് വിഷയമെത്തുകയും ആ സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ നമുക്കറിയാം, ആ സംഭവവുമായി ബന്ധപ്പെട്ടാണ് ഏറ്റവും വലിയ അധ്യായത്തിന് അൽ ബഖറ എന്ന പോലും പേര് നിൽക്കുന്നത്. പശു, ഒരു പശുവുമായി ബന്ധപ്പെട്ട ഒരു സംഭവം വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ബഖറയിൽ വിശദീകരിക്കുന്നത് ഈ സംഭവമാണ്. ഒരു കൊലയാളിയെ തേടിയുള്ള ബനൂ ഇസ്രായേലുകളുടെ അന്വേഷണം അത് മൂസ നബിയിലേക്കും മൂസ നബി അലൈഹി ഇസ്ലാമിനോട് പടച്ചവന്റെ മുമ്പിലേക്കും എത്തുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല അവരോട് പറഞ്ഞത്, ഈ ഒരു കാര്യത്തെ അള്ളാഹു ഇന്ന ആളാണ് എന്നൊരു ചൂണ്ടിക്കാണിക്കുന്ന ഒരു വഹയാകാമായിരുന്നു. അതല്ല, നമ്മൾ ചില കാര്യങ്ങൾ അന്വേഷിക്കേണ്ടതുണ്ട്, പ്രവർത്തിക്കേണ്ടതുണ്ട് എന്നുള്ളത് കൊണ്ട് ഒരു പശുവിനെ നിങ്ങൾ അറുക്ക്, ബാക്കി ഞാൻ പറയാമെന്ന്. ഒരു പശുവിനെ അറുക്കണം, അതിനുശേഷം നമുക്ക് ആരാണ് ഘാതകനെന്ന് അതിലൂടെ കണ്ടെത്താൻ കഴിയുമെന്ന് അള്ളാഹുവിന്റെ കൽപ്പനയുണ്ടായി. മൂസ നബി പറഞ്ഞൊരു പശുവിനെ അറുക്കാൻ, ഒരു പശുവിനെ അറുത്താൽ മതിയായിരുന്നു. പക്ഷെ അവർ ചോദിച്ചത്, പശു എന്ന് പറയുമ്പോഴത്തേക്ക് ഈ കാണുന്നതൊക്കെ പശുവാ, ഇതിപ്പോ ഏത് ടൈപ്പ് പശുവാണ് എന്നാണ് അള്ളാഹു ഉദ്ദേശിക്കുന്നത്. വലിയ പ്രായമുള്ളതാണോ, അത് കിടാവാണോ, ഏതാണ്, അതിൻ്റെ ഒരു ഏജ് അറിയണ്ടേ എന്ന്.
അതാണ് ചോദ്യം. ആ ചോദ്യം വന്നപ്പോൾ അള്ളാഹുവിന്റെ മുമ്പിലേക്ക് ചോദ്യം മൂസാ നബി അലൈഹി സ്വലാം റബ്ബിനോട് മുമ്പിൽ വെക്കുന്ന റബ്ബ് പറഞ്ഞു, ഇത് വലിയ പ്രായം കൂടിയതുമല്ല, ചെറിയ കിടാവുമല്ല, രണ്ടിൻ്റെയും ഇടയിലുള്ള ഒരു പ്രായമുള്ള മധ്യവയസ്സുള്ള ഒരു മാടാണ് എന്ന് പറഞ്ഞു. ആ പശുവിനെയാണ് അവർ അന്വേഷിക്കാൻ തുടങ്ങുമ്പോൾ പറഞ്ഞു, എന്നാലും അതിനൊരു നിറമുണ്ടാവണമല്ലോ. എന്താ നിറമറിഞ്ഞാലല്ലേ നമുക്കത് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. പശുക്കൾ കണ്ടമാനമുണ്ട് ഈ പ്രായത്തിലുമെന്ന്. അങ്ങനെ അവരന്വേഷിക്കുന്ന ഈ ചോദ്യങ്ങൾ ആവർത്തിച്ചില്ലായിരുന്നുവെങ്കിൽ ഒരു പശുവിനെ അറുത്താൽ തീരാവുന്ന പ്രശ്നമേ ഉണ്ടായിരുന്നുള്ളൂ. എന്ന് കാണുന്നവർക്കെല്ലാം രസം തോന്നുന്ന, കണ്ണുകളെ ആകർഷിക്കുന്ന നല്ല ഒരു മഞ്ഞയോട് ചേർന്ന് നിൽക്കുന്ന ഒരു നിറമാണ് അതെന്ന് അള്ളാഹുവിന്റെ മറുപടി. അതിന് ശേഷവും അവർക്ക് ചോദ്യം ബാക്കി. അങ്ങനെയും പശുക്കൾ ഉണ്ട്, ധാരാളം ഉണ്ടെന്ന് കണക്കാക്കുന്നത്. ഇത് ഈ കൃഷിയിടങ്ങൾ ഉപയോഗിക്കുന്നതാണോ, അത് സ്വയം മേഞ്ഞു നടക്കുന്നതാണോ, ആരെങ്കിലും കൈത്തീറ്റ കൊടുത്ത് വളർത്തുന്നതാണോ, ആ വിധത്തിൽ വാഹനങ്ങൾ ചുമക്കുന്നതാണോ, എന്താണ് അതിൻ്റെ ഒരു ശൈലി സ്വഭാവമെന്ന് അവിടെയും മറുപടി കൊടുത്തു. ഇന്ന രീതിയിലുള്ളതാണ്, ഭക്ഷണം കൊടുത്ത് വളർത്തുന്നതാണ്, കൈത്തീറ്റ കൊടുക്കുന്നതാണ്, ഒരു കൃഷിക്ക് ഉപയോഗിക്കുന്നതല്ല. വെള്ളം നനയ്ക്കാൻ ഉപയോഗിക്കുന്നതല്ല, കൃഷിക്ക് ഉപയോഗിക്കുന്നതല്ല, അത് പണിയെടുക്കുന്ന സാധനമല്ല, കൈത്തീറ്റ കൊടുത്ത് വളർത്തിയെടുത്തിട്ടുള്ള മാടാണെന്ന് പറയുന്നുണ്ട്. പിന്നെ ഇതിനെ അന്വേഷിച്ചുകൊണ്ടായി ബനൂ ഇസ്രായേൽ ഇറങ്ങി. എത്രയോ ദിവസം അന്വേഷിക്കേണ്ടി വന്നു. ഒരുപാട് കഷ്ടപ്പെട്ടാണ് ഈ പശുവിലേക്ക് ഈ ജനങ്ങൾ എത്തിച്ചേരുന്നത്. എന്തുകൊണ്ട്? അവർ തന്നെ ചോദിച്ചുണ്ടാക്കിയ ഒരു സങ്കീർണതയാണത്. ഈ വിധത്തിൽ മതത്തിന്റെ വിഷയത്തിൽ അള്ളാഹു റസൂലും നമ്മളോട് പറയുന്ന കാര്യങ്ങളിൽ അത് അനുസരിക്കുക എന്നതാണ് നമുക്ക് ഏറ്റവും എളുപ്പമായ വഴി. റസൂല് പോലും എന്താ ചെയ്യുക, ഒരു വിഷയത്തിൽ 2 ഓപ്ഷൻ ഉണ്ട് എങ്കിൽ റസൂല് പറയാറുണ്ട്, അള്ളാഹു എന്നോട് കൽപ്പിച്ചൊരു കാര്യത്തിൽ 2 ഓപ്ഷൻ ഉണ്ട് എങ്കിൽ ഏറ്റവും ലളിതമായത് മാത്രം എടുക്കലാണ് എൻ്റെ ശൈലി എന്നാണ്. ഉള്ളതിൽ എളുപ്പമുള്ള രീതിയിൽ കാര്യങ്ങൾ ചെയ്യുക. അല്ലാതെ നമ്മൾ ചില ആൾക്കാർക്ക് ഇങ്ങനെ തീവ്രമായിട്ട് ഈ മതം അധികം തീവ്രമായി പ്രവർത്തിച്ചാൽ മാത്രമേ മതമാവുകയുള്ളൂ എന്നും, ഇതല്പം കൂടി കുടുസായ നിലയിൽ കാര്യങ്ങൾ ചിന്തിച്ച് പഠിച്ച് ഗഹനമായ അന്വേഷണങ്ങൾ നടത്തി ഒരേ വിഷയത്തിൽ വട്ടം ചുറ്റിക്കറങ്ങി നമുക്ക് എങ്ങനെയെങ്കിലും കുടുസായി മതത്തിൽ ജീവിക്കണം എന്നൊരു തൽപര കക്ഷികളായ ചില ആൾക്കാർ മാറുന്നുണ്ട്. അതിനെതിരെയുള്ള ശക്തമായ വിമർശനം കൂടിയായിരുന്നു പ്രവാചകന്റെ ഈ മറുപടി. ഞാൻ അതേ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നിർബന്ധമാകുമായിരുന്നു, അതാണെങ്കിലും നിങ്ങൾക്ക് പ്രയാസവുമാകും, നിങ്ങളെ കൊണ്ട് സാധ്യമാകില്ല. എല്ലാ മനുഷ്യർക്കും എല്ലാ വർഷവും ഹജ്ജ് ചെയ്യൽ ഒരിക്കലും സാധ്യമാകുന്ന കാര്യമല്ല എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ. ഇവിടെ ഈ ഹജ്ജ് എന്നുള്ള വിഷയത്തിന് നിർബന്ധിതാവസ്ഥയാണ് ആദ്യം പറയാനുള്ളത്. അത് പറയാനാണ് പറഞ്ഞത്, കൂട്ടത്തിൽ ഈ വിഷയം വിശദീകരിച്ചു പോയി എന്ന് മാത്രം. ഈ ഹജ്ജ് നമുക്ക് ഈ ഹജ്ജിന്റെ സീസണാണ്. ലോകത്തിന് നാനാദിക്കുകളിൽ നിന്ന് വിശ്വാസികൾ ഹജ്ജിന് വേണ്ടി ഹറമിലേക്ക് പലായനം ചെയ്തുകൊണ്ടിരിക്കുന്ന, യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന സാഹചര്യമാണുള്ളത്. ഈ ഒരു സാഹചര്യത്തിൽ ഹജ്ജിന് പുറപ്പെടുന്ന ഹാജിമാരോട്, ഹജ്ജ് ഉദ്ദേശിക്കുന്ന ഹാജിമാരോടും പറയാൻ ചിലതുണ്ട്. അതോടൊപ്പം തന്നെ ഇതുവരെയും ഹജ്ജ് എന്ന കർമ്മം ആയുസ്സിൽ ഒരിക്കൽ പോലും പൂർത്തീകരിക്കാത്ത മുസ്ലിമീങ്ങളായ സഹോദരങ്ങളോടും ചിലത് പറയാനുണ്ട്. ഈ വിഷയത്തിൽ നമുക്ക് അല്ലാഹു റസൂല് പറഞ്ഞ ഈ വാചകം തന്നെ ധാരാളമാണല്ലോ. നിങ്ങൾക്ക് ഹജ്ജ് നിർബന്ധമാണ്, ഹജ്ജ് ചെയ്യണേ എന്നും. ഇന്ന അവ്വല ബൈത്തിൻ വുദിഅ ലിന്നാസി ലല്ലദീ ബിബക്കത മുബാറക ഹുദൻ ലിൽ ആലമീൻ ഫീഹി ആയാത്തുൻ ബയ്യിനാത്തുൻ മഖാമു ഇബ്രാഹിം വമൻ ദഖലഹു കാന ആമിന വലില്ലാഹി അലന്നാസി ഹിജ്ജുൽ ബൈത്തി മൻ ഇസ്തതഅ ഇലൈഹി സബീല എന്ന്. ഈ അല്ലാഹുവിന്റെ കൽപ്പനയാണ്. ലോകത്ത് ആദ്യമായി കെട്ടിയുയർത്തിയ മനോഹരമായ ഭവനമാണ് കഅബ എന്നുള്ളത്. മക്ക എന്ന പുണ്യമായ ഉമ്മുൽ ഖുറ എന്ന ദേശത്ത് അല്ലാഹു പണിതുയർത്തിയ മനോഹരമായ ഗേഹം കഅബയുണ്ടല്ലോ, അതാണ് ലോകത്തെ ആദ്യത്തെ ഭവനമെന്ന്. അതിനകത്ത് പ്രവേശിക്കുന്നവരിൽ അവർ നിർഭയരായി മാറുന്നുണ്ട്. ആ മണ്ണിനോട് നിങ്ങൾക്ക് ചില കടമകളുണ്ട്. വലില്ലാഹി അലന്നാസി ഹിജ്ജുൽ ബൈത്ത്, ആ ഭവനം സന്ദർശിക്കൽ, അവിടെ പോയി ഹജ്ജ് നിർവഹിക്കൽ, അള്ളാഹുവിന് വേണ്ടി അത് പൂർത്തീകരിക്കുക എന്നുള്ളത് എല്ലാ മനുഷ്യരുടെയും ബാധ്യതയാണ്, നിർബന്ധ ബാധ്യതയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വമൻ കഫറ ഫഇന്നല്ലാഹു ഗനിയ്യുൻ അനിൽ ആലമീൻ, ഇത് അള്ളാഹുവിന്റെ ആവശ്യമല്ല, ഇത് മനുഷ്യരെ നിങ്ങളുടെ ബാധ്യതയാണെന്ന് ഖുർആൻ. നിങ്ങൾ ആരും ഹജ്ജ് ചെയ്യാൻ അവിടേക്ക് വന്നിട്ടില്ല എങ്കിലും അള്ളാഹുവിനൊന്നും നഷ്ടപ്പെടാനില്ല കേട്ടോ. വല്ലാഹു ഗനിയ്യുൻ അനിൽ ആലമീൻ, ലോകരിൽ നിന്ന് മാലോകരിൽ നിന്ന് അള്ളാഹു ധന്യനാണ്, അവൻ സ്വയം പര്യാപ്തനാണ്. റബ്ബിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ പ്രാർത്ഥനയും നിങ്ങളുടെ നമസ്കാരങ്ങളും നിങ്ങളുടെ ഹജ്ജും നിങ്ങളുടെ സക്കാത്തുകളും ഇല്ലെങ്കിൽ പടച്ചവന്റെ അസ്തിത്വത്തെ പോലും ചോദ്യം ചെയ്യപ്പെടും. ആരാധിക്കപ്പെടാത്തവൻ എങ്ങനെ ആരാധനാമൂർത്തിയായി അംഗീകരിക്കപ്പെടും എന്ന ഭയമുണ്ടോ എന്ന് നിങ്ങൾ അങ്ങനെ പടച്ചവൻ അങ്ങനെ ഭയമുള്ളത് കൊണ്ട് ആരാധിക്കാൻ കുറെ ആൾക്കാരുണ്ടായേ പറ്റൂ. നമ്മൾ ആരാധിച്ചില്ലെങ്കിൽ, നമ്മൾ ഹജ്ജ് ചെയ്തില്ലെങ്കിൽ പടച്ചവന്റെ ഇമേജ് ഇടിഞ്ഞു പോകും എന്ന് നിങ്ങൾ കണക്കാക്കണ്ട. അങ്ങനെ നിങ്ങൾ കണക്കാക്കണം. നിങ്ങൾ ആരും ആരാധിച്ചില്ലെങ്കിലും, നിങ്ങൾ ആരും പ്രാർത്ഥിച്ചില്ലെങ്കിലും പടച്ചവന്റെ ഭാഗത്ത് നിന്ന്, പടച്ചവനിൽ നിന്ന് ഒന്നും കുറഞ്ഞു പോകാനില്ല. പക്ഷേ നിങ്ങളുടെ ബാധ്യത നിങ്ങൾ നിർവഹിക്കാതെ പോകുമ്പോൾ അത് കുഫ്റാണ് എന്ന്, അത് കുഫ്റാണ്. നിങ്ങൾ മുസ്ലിം ആയിട്ടില്ല. നമ്മളെല്ലാവരും ഇസ്ലാം പഠിക്കുകയും മുസ്ലിമായി ജീവിക്കുകയും ഇസ്ലാമിൽ ജീവിക്കുമ്പോൾ അഭിമാനം കൊള്ളുന്നവരുമാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ വലിയൊരു ബാധ്യതയല്ലേ ഹജ്ജ് എന്നുള്ളത്. 5ാമത് പറഞ്ഞതുകൊണ്ട്, കാര്യത്തിൽ അവസാനത്തെ കാര്യമായതുകൊണ്ട് അത് പരിഗണിക്കപ്പെടാതെ പോയിട്ടുണ്ട് എന്നുള്ള വാസ്തവമാണ്.
അഞ്ചാത്തല്ലേ ആദ്യത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ക്ലിയർ ആണല്ലോ. അഞ്ചാമത് പറയുമ്പോൾ അതിന് അത്രയേ ഗൗരവമുള്ളൂ എന്ന് നമ്മൾ കണക്കാക്കിയോ? അഞ്ചാമത്തത് കൂടി പൂർത്തീകരിക്കുമ്പോഴേ ഒരാൾ മുസ്ലിം ആവുള്ളൂ. ഒരു മനുഷ്യൻ ഒന്നാമത്തെ കാര്യം ഷഹാദത്താ. ഒന്നാമത് ഷഹാദത്ത്. ഒരു മനുഷ്യൻ ആദ്യമായി അള്ളാഹുവിനെയും റസൂലിനെയും മനസ്സിലാക്കി പരലോകത്തിൽ വിശ്വസിച്ച് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉരുവിട്ട് ഇസ്ലാമിലേക്ക് വന്നു. ഇപ്പൊ വരികയാണ്. ഈ ജുമാ കഴിഞ്ഞ് ഇയാൾ ഇസ്ലാമിലേക്ക് വന്നു. പക്ഷെ അസ്ർ നമസ്കരിക്കാൻ അയാൾക്ക് അവസരം ഉണ്ടായില്ല. അസ്ർ ബാങ്കിന് മുമ്പ് ആ മനുഷ്യൻ മരണപ്പെട്ടു പോയാൽ ആ ഷഹാദത്ത് മതിയാകും അയാൾക്ക്. ഒരു വക്ത് പോലും നമസ്കരിക്കാതെ ഒരു മനുഷ്യനെ സ്വർഗം പ്രാപിക്കാൻ, പരലോകത്ത് വിജയിച്ചു നിൽക്കാൻ ഈ ഷഹാദത്ത് മതിയാകും. ഇസ്ലാം കാര്യത്തിൽ ഒന്ന് മാത്രം, കാരണം അയാൾക്ക് നമസ്കരിക്കാൻ അവസരം ഉണ്ടായിരുന്നില്ല. ഷഹാദത്ത് പറഞ്ഞ് അല്ലാഹുവിൽ വിശ്വസിച്ച് ഈമാനികമായ ജീവിതത്തിലേക്ക് കടന്നു വന്ന് അടുത്ത വക്ത് നമസ്കാരത്തിന് ബാങ്ക് മുഴങ്ങുന്നതിന് മുമ്പ് ആ മനുഷ്യൻ മരിച്ചുപോയി. പക്ഷെ ഷഹാദത്ത് പറഞ്ഞൊരു മനുഷ്യൻ ജീവിതത്തിലേക്ക് വന്നു. അസ്ർ ബാങ്ക് വിളിച്ചു, നിസ്കരിച്ചില്ല. മഗ്രിബ് വന്നു, നമസ്കരിച്ചില്ല. നമസ്കാരങ്ങൾ കടന്നുപോയി. ഈ ഷഹാദത്തിനോട് അവൻ കുഫ്ർ കാണിച്ചില്ലേ? ആ വിശ്വാസം അവന്റെ ഉള്ളിൽ ഉണ്ടായിട്ട് അത് പുറമെ പ്രകടിപ്പിക്കാൻ, ആ വിശ്വാസത്തിന് ഉതകുന്ന ബദൽ ജീവിതം കെട്ടിപ്പടുക്കാൻ കഴിയാതെ പോയില്ല. അത് കുഫ്റല്ലേ? നമസ്കരിക്കാത്ത ആ മനുഷ്യന് ഈ ഷഹാദത്തിന് വിലയുണ്ടാവോ? അവിടെ നമ്മൾ ഈമാനികമായി നമ്മൾ എന്ത് ചെയ്യും? തകരുകയാണ്. ഒരു കാര്യം, ഇത് കാരണം ഓരോ ഘട്ടങ്ങളാണ്, ഓരോ സന്ദർഭമാണ്. നമസ്കരിക്കാൻ സമയം കിട്ടിയ വക്തുകൾ ഉണ്ടായി, എന്നിട്ടും മുടക്കിയാൽ അത് കുഫ്രായി മാറും. റമദാൻ മാസം കടന്നു വന്നു. ഷഹാദത്തിന് ശേഷം ആദ്യത്തെ റമദാൻ മാസവും നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നിട്ടുണ്ടെങ്കിൽ മാത്രമേ നോമ്പിന് ചോദ്യമുള്ളൂ. നമ്മളെ കയ്യിൽ സമ്പത്തുണ്ടായി, നമ്മളെ കയ്യിൽ സമ്പത്തുണ്ടായിട്ട് ആ സമ്പത്തിൽ നിന്ന് സക്കാത്ത് കൊടുക്കാതിരിക്കുമ്പോഴേ ആ വിഷയത്തിൽ ചോദ്യമുണ്ടാകൂ. സമ്പത്തും ആരോഗ്യവും സൗകര്യവും എല്ലാം ഒത്തു വന്നിട്ടും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഇതെല്ലാം നിങ്ങൾക്ക് സമ്മേളിച്ചിട്ടും ഒരു ഹജ്ജ് കാലം കടന്നുപോയിട്ട് നിങ്ങൾക്ക് ഹജ്ജ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ നിങ്ങൾ പൂർണ്ണ മുസ്ലിം ആവില്ല. എന്ന് എവിടെ മുസ്ലിം ആവുക? ഇസ്ലാം പൂർണ്ണമാവില്ല. ഒരു മനുഷ്യൻ അങ്ങനെ കണക്കാക്കണ്ട. ഇതൊക്കെ പൈസ ചിലവുള്ള പരിപാടി ആയതുകൊണ്ട് പലരും ബോധപൂർവം തന്നെ, കാരണം അതങ്ങ് ആരും വന്ന് എന്ത് ചെയ്യാറ് ചോദിക്കാറില്ല, ചോദ്യം ചെയ്യാറില്ല. ഇവിടെ ഒരു ദുനിയാവിൽ ആരും അതിന്റെ പേരിൽ ചോദ്യം ചെയ്യാറില്ല. ആകെ അല്പമെങ്കിലും ആവേശം കാണിച്ച് ഈ പണക്കാരെ തേടി വന്ന് അല്പമെങ്കിലും പ്രൊമോഷൻ കൊടുക്കുന്നത് ഈ അല്പം കുറെ കച്ചവടക്കാരായ ആൾക്കാരാണ്, അല്ലെങ്കിൽ കുറെ ട്രാവൽസുകാരാണ്. ഇവരൊക്കെയാണ് കുറെ പ്രൊമോഷൻ കൊടുക്കുക. അല്ലെങ്കിൽ ഹജ്ജ് ഗ്രൂപ്പുകാരാണ്. കുറെ ഗ്രൂപ്പൊക്കെ എടുത്തിട്ട് ആൾക്കാർ ഇതൊരു കച്ചവടമായി കൊണ്ട് നടക്കുന്നവരുണ്ട്, സേവനമായും പ്രവർത്തിക്കുന്നവരുണ്ട്. എല്ലാവരെയും കാടടച്ച് വെടിവെക്കാൻ കഴിയില്ല. ഒരു പരിധിവരെ ആൾക്കാർ ഇതിന് ആദായം എടുക്കുന്ന ഒരു വ്യാവസായിക രീതിയിലേക്ക് ഹജ്ജിന് സമീപിക്കുന്ന രീതിയും വന്നിട്ടുണ്ട്. അപ്പൊ അവരൊക്കെ വന്ന് കുറെ മോട്ടിവേഷൻ ചെയ്യുമ്പോൾ പറയപ്പെടുന്നതല്ലാതെ എല്ലാ സൗകര്യങ്ങളും സമ്മേളിച്ചൊരു മനുഷ്യന് വേണ്ടിയിട്ട് ഹജ്ജ് ചെയ്തില്ലേ മനുഷ്യ, നിനക്ക് നാണമില്ലേ എന്ന് ചോദിക്കാൻ ഇവിടെ പൊതു ഉമ്മത്തില്ല. ജുമയും ജമാഅത്തും ഇല്ലാത്തവനോട് പോലും ഒരു നിന്ന നമുക്കുണ്ടാകും. ജുമ ഇല്ല, ജമാഅത്ത് ഇല്ല, പെരുന്നാൾ നിസ്കാരം പോലും ഇല്ലാത്ത ചില ആൾക്കാർ മുസ്ലിം എന്ന് പേര് പറഞ്ഞു നടക്കുന്നു. അവരോടൊക്കെ നമുക്ക് മാനസികമായി ഉണ്ടാകുന്ന ഒരു മനോഭാവമുണ്ട്. അവരെ കുറിച്ച് നമുക്കൊരു ചിന്തയുണ്ട്. അതുപോലെ അല്ലല്ലോ ഹജ്ജ് ചെയ്യാത്ത മനുഷ്യൻ. ഹജ്ജ് ചെയ്യാത്തൊക്കെ സ്വാഭാവികം, അതൊക്കെ സാധാരണ കാര്യമാണ്. ഹജ്ജ് ചെയ്യുന്നത് അസാധാരണവും ഹജ്ജ് ചെയ്യാതിരിക്കൽ സാധാരണവുമാക്കി മാറ്റി നമ്മൾ. ഇസ്ലാമിന്റെ പൂർത്തീകരണമാണത്. അവിടെ പോയി ഒരു ഹജ്ജ് പൂർത്തീകരിക്കുക എന്നുള്ളത് നമ്മുടെ ബാധ്യതയാണ് എന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുന്നത്. ലഖദ് ഹമംതു അൻ അമുറ റിജാലൻ, എനിക്ക് തോന്നാറുണ്ട് കുറെ ചെറുപ്പക്കാരെ വിളിച്ചു കൂട്ടിയിട്ട് അവർക്കൊരു ഉത്തരവാദിത്വം കൊടുക്കാൻ. എന്തിനാണ്? അബ്ബാസ് അംസാറൻ എന്ന് നാടുകൾ മുഴുവൻ എൻ്റെ ഭരണപ്രദേശങ്ങളിലുള്ള ഓരോ പ്രദേശങ്ങളിലേക്കും സംഘമായി ചെറുപ്പക്കാരെ നിയോഗിക്കാൻ. ഈ ചെറുപ്പക്കാരെ ഓരോ നാട്ടിലേക്കും ഇറങ്ങിച്ചെന്നിട്ട് അതാത് നാട്ടിലെ സമ്പന്നന്മാരെ, ഹജ്ജ് നിർബന്ധമായവരെ കണ്ടെത്താൻ, അങ്ങനെ കണ്ടെത്തിയിട്ട് ഹജ്ജ് നിർബന്ധമായിട്ടും ഹജ്ജ് ചെയ്യാത്ത മനുഷ്യരുണ്ടെങ്കിൽ അവരെ കണ്ടുകെട്ടിയിട്ട് അവരെ ലിസ്റ്റ് എടുത്തിട്ട് അവരോട് പറയണമെന്നുണ്ട്, വമാഹും ബിമുസ്ലിമീന, നിങ്ങൾ മുസ്ലിമീങ്ങളല്ല. അതുകൊണ്ട് തന്നെ ഇസ്ലാമികമായ ഒരു റിപ്പബ്ലിക്കിൽ ജീവിക്കുന്ന നിങ്ങൾ അമുസ്ലിമീങ്ങൾ കൊടുക്കുന്ന നികുതി കൊടുത്തിട്ടല്ലാതെ ഈ മണ്ണിൽ ജീവിക്കല്ലേ എന്ന് പറയണമെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് എന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. ഈ മുസ്ലിമീങ്ങൾ ജീവിക്കുമ്പോൾ, ഒരു രാജ്യത്ത് മുസ്ലിമീങ്ങൾക്ക് ഇസ്ലാമിക ഭരണം നടക്കുമ്പോൾ അവർ നിർബന്ധിതമായ സക്കാത്ത് പിടിച്ചെടുക്കുന്നത് കൊണ്ട് തന്നെ നികുതി ഭാരത്തിൽ ഇളവുണ്ട്. എന്നാൽ ഈ നികുതി എങ്ങും കൊടുക്കാതെ, സക്കാത്ത് കൊടുക്കാതെ ജീവിക്കുന്ന അപരമത സമൂഹത്തെ സംബന്ധിച്ചോളം പൊതു ഖജനാവിലേക്കും പൊതുവികസനത്തിലേക്കും അവരിൽ നിന്ന് നികുതി ഈടാക്കേണ്ടതുള്ളത് കൊണ്ട് തന്നെ അവർക്ക് പ്രത്യേക നികുതിയുണ്ട്. കാരണം സക്കാത്തില്ല, അവർക്ക് സക്കാത്തില്ലാത്തവരായതുകൊണ്ട്. അതുകൊണ്ട് തന്നെ അമുസ്ലിമീങ്ങളായ ആൾക്കാർക്ക് ബാധകമാകുന്ന അതേ ജിസിയ, അതേ നികുതി ഹജ്ജ് ചെയ്യാത്ത മനുഷ്യരിൽ നിന്ന് പ്രത്യേകമായി പിടിച്ചെടുക്കണമെന്നും അവരോടൊക്കെ ഉറക്കെ പറയണമെന്നും, വമാഹും ബിമുസ്ലിമീൻ, നിങ്ങൾ മുസ്ലിമീങ്ങളല്ല, നിങ്ങൾ മുസ്ലിമീങ്ങളായിട്ടില്ല എന്ന് പറയണമെന്നും എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് എന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുമ്പോൾ അതിന് ഗൗരവം മനസ്സിലാക്കണം.
ഉമർ സ്വന്തം കൈന്നിട്ട് കാച്ചിയതല്ലോ. വിശുദ്ധ ഖുർആൻ പറഞ്ഞത്, അള്ളാഹുവും റസൂൽ പഠിപ്പിച്ചത് എത്ര ഗൗരവത്തോടെയാണ് ആ അള്ളാഹുവും റസൂലും ഈ ഹജ്ജ് എന്ന കർമ്മത്തെ നമ്മുടെ മുമ്പിൽ വെച്ചത്. അല്ലെങ്കിൽ ഇസ്ലാം കാര്യത്തിൽ പെടുത്തണ്ടല്ലോ. സൗകര്യമുള്ളവൻ ഈ മണ്ണിലേക്കൊന്ന് വന്നു പോണേ എന്ന് പറഞ്ഞാൽ മതിയായിരുന്നു. ചരിത്രമുറങ്ങുന്ന അള്ളാഹുവിന്റെ ആദ്യ ഭവനം നിലകൊള്ളുന്ന ഈ മണ്ണിലേക്കൊന്ന് വന്നു പോ. എല്ലാ ദിവസവും 5 നേരം നമസ്കരിക്കാൻ വേണ്ടി നെഞ്ചുകൊണ്ട് നിങ്ങൾ ഹൃദയത്തിലേക്ക് ചേർത്ത് പിടിക്കുന്ന ഈ കറുത്ത കല്ലുകൾ കൊണ്ട് അടുക്കി ഉണ്ടാക്കിയ ഈ ചതുര കെട്ടിടത്തിന്റെ മുമ്പിലേക്ക് വന്നൊന്ന് പോകാൻ പറ്റുന്നവർ വന്നു പൊക്കോളൂ എന്ന് പറഞ്ഞു നിർത്താമായിരുന്നല്ലോ. നിർത്തിയില്ലല്ലോ. അങ്ങനെ ഇസ്ലാം കാര്യങ്ങൾ പഠിപ്പിക്കുമ്പോൾ അതിന്റെ 5 തൂണുകൾ 5ാം തൂണായിട്ട് ഹജ്ജിനെ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഒരു വിശ്വാസിക്കും ഒഴിഞ്ഞു മാറാൻ കഴിയില്ല ഈ ബാധ്യതയിൽ നിന്ന്. നമ്മുടെ ഉത്തരവാദിത്തമാണ് മനുഷ്യരെ, നമ്മുടെ ഉത്തരവാദിത്തമാണ്, നമ്മുടെ വലിയ ബാധ്യതയാണ് അത് പൂർത്തീകരിക്കുക എന്നുള്ളത്. അത് പൂർത്തീകരിക്കാതെ കഴിയില്ല. അല്ലാഹുവിൻ റസൂലിന്റെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ശേഷം വന്ന താബീയങ്ങളിൽപ്പെട്ട ഒരു പ്രധാന പണ്ഡിതൻ കൂടിയാണ്. അദ്ദേഹത്തിന്റെ കൂട്ടുകാരനോട് തുറന്നു പറഞ്ഞൊരു വാചകമുണ്ട്. സമ്പന്നനായ ഒരു സുഹൃത്ത്, സമ്പന്നനാണ്. ആ മനുഷ്യന് ഹജ്ജ് നിർബന്ധമായ സാഹചര്യങ്ങൾ കടന്നുപോയി. അയാൾക്ക് ഹജ്ജിന് പോകാമായിരുന്നു, പക്ഷെ അയാൾ പോയില്ല. പല കാരണങ്ങളാൽ നമ്മളെപ്പോലെയൊക്കെ ചിന്തിക്കുന്നത് കൊണ്ടാകാം. കുറച്ചുകൂടി കഴിയട്ടെ, കെട്ടിടത്തിന്റെ പണി കഴിയട്ടെ, മകളുടെ വിവാഹം കഴിയട്ടെ, മകന്റെ വിവാഹം കഴിയട്ടെ, അങ്ങനെ ഓരോ കാരണങ്ങൾ നമ്മൾ ദുനിയാവിൽ കണ്ടുവച്ചിട്ടുണ്ട്. ഓരോ ജോലികളും പിന്തിപ്പിക്കാൻ വേണ്ടിയിട്ട്, ഓരോ ജോലികളും പടച്ചവനുള്ള കടമകൾ പിന്തിപ്പിക്കാൻ നമുക്ക് മാത്രം അംഗീകരിക്കാൻ കഴിയുന്ന, നമ്മുടെ മനസാക്ഷിക്ക് പോലും ചിലപ്പോൾ അംഗീകരിക്കാൻ കഴിയാത്ത പൊട്ടു ന്യായങ്ങൾ നമ്മൾ മുമ്പിൽ നിരത്തിയിട്ടുണ്ടാകും. അത്തരം ചില ന്യായങ്ങൾ ഇങ്ങനെ ഹജ്ജ് പിന്തിപ്പിക്കാൻ, അതുപോലെ ചില കാരണങ്ങൾ കൊണ്ട് പിന്തിപ്പിച്ച വ്യക്തിയാണ്. ആ മനുഷ്യനോട് ചെന്ന് ചങ്ങാതിയോട് പറഞ്ഞത്, നീ മരിച്ചു പോയാൽ, നീ മരണപ്പെടുകയാണെങ്കിൽ വലമുസ്സല്ലി അലൈക, ഞാൻ നിനക്ക് മയ്യിത്ത് നമസ്കരിക്കില്ല എന്ന്. നീ മരണപ്പെട്ടു പോയാൽ, നീ ഹജ്ജ് ചെയ്യാത്ത അവസ്ഥയിൽ നീ മരണപ്പെട്ടു പോവുകയാണെങ്കിൽ ഞാൻ നിനക്ക് വേണ്ടി മയ്യിത്ത് നമസ്കരിക്കില്ല, നീ മുനാഫിക്കാണെന്ന്, നിന്റെ ഇസ്ലാം പൂർത്തിയായിട്ടില്ല എന്ന് ഒരു പണ്ഡിതൻ ഒരു സുഹൃത്തിനോട് തുറന്നു പറയുന്നുണ്ട് എങ്കിൽ എത്രമേൽ ഗൗരവമുള്ള വിഷയമാണ് ഹജ്ജ് എന്നുള്ളത് നമ്മൾ ആലോചിക്കണം. ഓരോരുത്തരുടെ മേലും എത്ര വലിയ ബാധ്യതയാണെന്ന്. ഒഴിഞ്ഞു മാറാൻ കഴിയില്ല മനുഷ്യരെ, ഒഴിഞ്ഞു മാറാൻ കഴിയില്ല. വലിയ പുണ്യവും പ്രതിഫലവും ഉണ്ട് എന്നതിനപ്പുറത്തേക്ക് അതിന് നിർബന്ധിത സ്വഭാവം നിങ്ങൾ മനസ്സിലാക്കണം. വഹജ്ജുൽ ബൈത്തി മൻ ഇസ്തതഅ ഇലൈഹി സബീല, നിബന്ധന വെച്ചത് മനുഷ്യനെ പരിഗണിച്ചിട്ടാണ്. മനിസ്തതഅ ഇലൈഹി സബീല എന്ന്, അതിലേക്ക് ആ കഅബാലയത്തിലേക്ക് എത്തിപ്പെട്ട് ഹജ്ജ് എന്ന കർമ്മം പൂർത്തീകരിക്കാനുള്ള സൗകര്യമുള്ളവർ എന്ന് പറഞ്ഞത്, അതിന് കഴിവുള്ളവർ എന്ന പ്രയോഗം വെച്ചതിന്റെ കാര്യം എല്ലാ മനുഷ്യർക്കും സാധ്യമാകുന്ന പണിയല്ലത്. ഇതിന് സമ്പത്ത് ചിലവാക്കേണ്ടിയിരിക്കുന്നു, ഇതിന് ആരോഗ്യം ചിലവാക്കേണ്ടിയിരിക്കുന്നു. അപ്പൊ സമ്പത്തും ആരോഗ്യവും ഒക്കെ ചിലവാക്കേണ്ടിയിരിക്കുന്നു. അല്പ സാഹസം കാണിക്കണം. സുദീർഘമായ യാത്രകളുണ്ട് ഇതിന്റെ പുറകിൽ. അപ്പൊ ഈ ഇത്രയും വളരെ ബുദ്ധിമുട്ടി പ്രയാസപ്പെട്ട് ചെയ്യേണ്ട ഒരു കർമ്മമായതുകൊണ്ടാണ് അള്ളാഹുവിൻ്റെ എല്ലാവർക്കും അത് സാധ്യമാകില്ല. സാധ്യമാകാത്തവന്റെ മനോനില പരിഗണിച്ചിട്ട് ഇത് ജീവിതത്തിൽ സാമ്പത്തികമായോ ശാരീരികമായോ കഴിയാതെ പോകുന്ന മനുഷ്യർ, എൻ്റെ ഇസ്ലാം പൂർത്തിയായില്ലല്ലോ എന്ന് സങ്കടപ്പെടുന്നവന്റെ സങ്കടത്തിനുള്ള സാന്ത്വനം മാത്രമാണ് മനിസ്തതഅ ഇലൈഹി സബീല എന്ന്. നിങ്ങൾ സങ്കടപ്പെടേണ്ട, നിങ്ങളെ കൊണ്ട് കഴിയാഞ്ഞിട്ടല്ലേ എന്ന്. അത് അവർക്ക് വേണ്ടി പറഞ്ഞ വാക്ക അല്ല. നമ്മൾ നമുക്ക് കഴിവായില്ലല്ലോ, എനിക്കിപ്പോഴും 500 രൂപ കടം ബാക്കിയുണ്ടല്ലോ എന്ന നിലയിലേക്ക് എന്തെങ്കിലും ഒരു കാരണം കാണിച്ചിട്ട് എനിക്ക് അതിനുള്ള കഴിവ് ഇതുവരെ ആയിട്ടില്ല എന്ന് നമ്മൾ ചിന്തിക്കുകയാണ്. ഇത് പറയുന്നവന്റെ മകളെ കെട്ടിക്കാനും ലക്ഷങ്ങൾ പൊടിപൊടിക്കുന്ന മാമാങ്കങ്ങളായി വിവാഹങ്ങൾ അരങ്ങേറുന്നുണ്ട്. ഈ മണ്ണിന്റെ വിരിമാറിൽ മനുഷ്യൻ കെട്ടിപ്പൊക്കുന്ന കോട്ടകളും കൊട്ടാരങ്ങളും എത്ര വലിപ്പമുള്ളതാണ്, കോടികൾ ബഡ്ജറ്റുള്ളത്. അത് വർഷാവർഷം കൊടുക്കുന്ന കെട്ടിടങ്ങൾക്ക് കൊടുക്കുന്ന നികുതി പോലും ഭീമമായ തുകയുണ്ട്. എന്നിട്ടും അവൻ പറയാണ് ഹജ്ജ് ചെയ്യാനുള്ള പൈസയും ആയിട്ടില്ല എന്ന്, അതിനുള്ള സൗകര്യം എനിക്കുണ്ടായിട്ടില്ല എന്ന്. ആരെയാണ് നിങ്ങൾ കബളിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്? ആർക്കൊക്കെയാണ് ഇന്ന് ഹജ്ജ് നിർബന്ധമായി കടന്നുപോയത് എന്ന് വ്യക്തമായി അറിയുന്നവനാണ് റബ്ബ്. പടച്ചവനോട് കടമയില്ലേ നമുക്ക് ഈ ജീവിതത്തിൽ? പടച്ചവൻ നമ്മുടെ മുമ്പിൽ വെച്ച കടമകളാണ് നമസ്കാരവും നോമ്പും സക്കാത്തും ഹജ്ജും അടങ്ങുന്ന കാര്യങ്ങൾ. ഇതൊക്കെ പാലിക്കേണ്ടതുണ്ട്, ജീവിതത്തിൽ പാലിക്കാനാണ് പറഞ്ഞത്. അല്ലാതെ വെറുതെ ഒരു ഭംഗിക്കല്ല, ഒരു 5 എണ്ണം ഇരിക്കട്ടെ, എണ്ണം പറയുമ്പോൾ ഒരു 5 ഒരു റൗണ്ട് ഫിഗർ ആവട്ടെ എന്ന് കണക്കാക്കിയിട്ട് 5ാമത് ഹജ്ജും കൂടി ചേർത്ത് വെച്ചതല്ലല്ലോ. അള്ളാഹു ആവശ്യപ്പെട്ടതാണ്, മനുഷ്യനോട് ആവശ്യപ്പെട്ടാണ്. വെറുതെ ഇതിനൊക്കെ കാരണങ്ങളുണ്ട്, ഒരുപാട് കാരണങ്ങളുണ്ട്, ഒരുപാട് പ്രതിഫലങ്ങളും വാഗ്ദാനം ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഈ ഇസ്ലാമിന്റെ ചരിത്രമുറങ്ങുന്ന മണ്ണ്, ആദ്യത്തെ ഭവനം, ആദ്യമായി കെട്ടിയുയർത്തിയ ഭവനം എന്ന് പറയുമ്പോൾ ചെറിയ കാര്യമാണോ അത്? ലോകത്ത് അല്ലാഹുവിനെ ആരാധിക്കാൻ വേണ്ടി ഉയർത്തപ്പെട്ട ആദ്യ ഭവനം, ലോകത്തുള്ള എല്ലാ വിശ്വാസികളെയും നെഞ്ചകങ്ങളെ കൂട്ടിക്കെട്ടുന്ന ഒരു ചരട് പോലെ നിൽക്കുന്ന കഅബാലയം,
ആ കഅബാലയത്തിന്റെ മുറ്റത്ത് ഓടിക്കളിച്ച് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിന്റെ മുറ്റത്ത് ഓടിക്കളിച്ച് ഇസ്മായിൽ നബി അലൈഹിസ്സലാം കിബ്തി വംശജയായ അറബ് സമൂഹത്തിന്റെ ഉമ്മയായി മാറിയ ഹാജറിന്റെ ചരിത്രമുറങ്ങുന്ന കഅബാലയം. ആ കഅബാലയത്തിന്റെ മണ്ണിൽ പോയി നിൽക്കുമ്പോൾ പോലും രോമാഞ്ചം ഉണ്ടാകണ്ടേ? ആ കഅബാലയത്തിലേക്ക് കണ്ണുനട്ട് നിൽക്കുമ്പോൾ ബൈത്തുൽ മഅമൂർ നേരെ താഴെയായി അള്ളാഹു പണിതുയർത്തിയ മനോഹരമായ സൗധം, പടച്ചവന്റെ ശിർക്കിൽ നിന്ന് മനുഷ്യനെ മാറ്റി തൗഹീദിന്റെ പ്രതീകമായി നിൽക്കുന്ന ഈ ഭവനത്തിന്റെ മുമ്പിൽ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും പോയി നിൽക്കാനുള്ള ഒരു തൗഫീക്ക് മനുഷ്യൻ ആഗ്രഹിക്കണ്ടേ? അതൊരു വലിയ ബാധ്യതയില്ലേ റബ്ബിന്റെ മുമ്പിൽ പോയി നിൽക്കാൻ? ഈ പാടി പറയാനും പാട്ടുകൾ പാടാനും ഒക്കെ നമുക്ക് വലിയ കാര്യമാണ്. മക്കത്ത് പൂത്ത മരമാകണമെന്നും അവിടുത്തെ കാറ്റാകണമെന്നും ഒക്കെ പാടി പറഞ്ഞു പോകുന്ന നമുക്ക് എന്തുകൊണ്ട് ആ മണ്ണിൽ പോയി നിൽക്കണമെന്ന് ആഗ്രഹം ഉണ്ടാകുന്നില്ല? അത് നമ്മൾ ആഗ്രഹിക്കേണ്ട ബാധ്യതയല്ലേ? അതുകൊണ്ട് ഒട്ടനവധി ആദം നബി അലൈഹി സ്വലാം മുതൽ തുടങ്ങിയിട്ട് ലോക ചരിത്രം കഅബയുമായി കേന്ദ്രീകരിച്ച് നിൽക്കുന്നുണ്ട്. ആ മാമലകളുടെ നാട്ടിൽ നിന്ന് മനോഹരമായ ഇസ്ലാമിക സംസ്കാരത്തിന്റെ അറബ് സംസ്കാരത്തിന്റെ അടിത്തറ പാകുമ്പോൾ അത് മനോഹരമായി ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമിന്റെ കാൽത്തടത്തിൽ നിന്ന് പൊട്ടിയൊലിച്ച സംസമിന്റെ നാഗരികതയുടെ ചരിത്രം അത് എത്ര കേട്ടതാണ്. ആ മണ്ണിൽ പോയി നിൽക്കേണ്ടത് നമ്മള്. അത് നമ്മുടെ സായി എന്ന് പറഞ്ഞ് നമ്മൾ ചെയ്യുന്ന അമലുകൾ പോലും നോക്കൂ, എത്ര ത്യാഗോജ്ജലമായ നമ്മളൊക്കെ എല്ലാവരും അകറ്റി നിർത്തുന്നവർ, പാർശ്വവൽക്കരിക്കപ്പെടുന്ന അവർണ വിഭാഗത്തിൽ കിബിത്തി അടിമ വംശജയായ ഹാജർ, കറുത്തവളായ ഹാജർ, പൊക്കം കുറഞ്ഞ കുറുകികളായ ഹാജർ, അങ്ങനെ അടിമയായി വന്ന കറുത്തവളായ കുറുകിയവളായ ഹാജർ, ആ ഹാജറിന്റെ വ്യക്തിത്വത്തെ എത്ര ആദരവോടെയാണ് ലോകത്തിന് മുമ്പിൽ അള്ളാഹു അവതരിപ്പിക്കുന്നത്. ആ ഹാജർ ഓടിയ ഓട്ടം നിങ്ങൾ ഓടണേ എന്ന് പറയുമ്പോൾ അത് ലോകത്ത് വെക്കുന്ന ഏറ്റവും മനോഹരമായ സന്ദേശം എന്നാണ്? മാനവികതയാണ്, മനുഷ്യന്റെ ഏകത്വമാണ്, മനുഷ്യ മഹത്വത്തിന്റെ മാനദണ്ഡം എന്നുള്ളത് കറുപ്പും വെളുപ്പുമല്ല എന്ന്, അടിമത്വവും സ്വാതന്ത്ര്യവുമല്ല എന്ന്, വ്യക്തിത്വവും സ്വഭാവശുദ്ധിയും പടച്ചവനുള്ള തഖ്വയുമാണെന്ന് ലോകത്തോട് ഒരിക്കൽ കൂടി പറയുന്നില്ലേ ഓരോ സായി? അവിടെ പോയി നിൽക്കണ്ടേ നമ്മള് ആ ചരിത്രഭൂമിയില്? അതാണ് അവർക്ക് കൊടുത്ത അംഗീകാരമാണ്. അള്ളാഹു ആ സമൂഹത്തിന് കൊടുത്ത അംഗീകാരം, ത്യാഗോജ്ജലമായ ജീവിതം റബ്ബിന്റെ മുമ്പിൽ അവർ അർപ്പിച്ച് സമർപ്പിച്ച ആ ജീവിതത്തിന് പടച്ചവൻ കൊടുത്ത അംഗീകാരം ലോകത്ത് അവസാനം വരെയുള്ള വിശ്വാസികൾക്ക് ബാധ്യതയുള്ള ഒരു അമലാക്കി എടുത്തു വെച്ചു അല്ലാഹു. ആ അമലിൽ പങ്കാളിയാകണ്ടേ നമുക്ക്? അതൊക്കെ വലിയ സന്ദേശങ്ങളാണ്, വലിയ സ്വാധീനം ചെലുത്തിയ ഈ അമലുകള്. അല്ലാഹുവിൻ റസൂലിനോട് ആയിഷ ബിബി ചോദിക്കുന്ന, അല്ലാഹുവിൻ റസൂലേ അലാ നുഹാജിദ് മഅക്, ജിഹാദിന് വലിയ കൂലി ഉണ്ടല്ലോ റസൂലേ, സമരരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അങ്ങ് വാഗ്ദാനം ചെയ്യുന്ന കൂലികൾ എത്ര മനോഹരമാണ്, എത്ര ഗംഭീരമാണ് റസൂലേ. അതുകൊണ്ട് നമ്മളും യുദ്ധഭൂമിയിൽ സേവനം ചെയ്യട്ടെ എന്ന് നമ്മൾ പെണ്ണുങ്ങളും യുദ്ധഭൂമിയിൽ സേവനം ചെയ്യാൻ, യുദ്ധത്തിന് വേണ്ടി പടപൊരുതാൻ വേണ്ടിയിട്ട് നമ്മളെ കൂടി അംഗങ്ങളാക്കിക്കൂടെ എന്ന് പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ആയിഷ ബിബി ചോദിക്കുമ്പോൾ പുണ്യനബി പറഞ്ഞ മറുപടി, ആയിഷ അതിനേക്കാൾ ഗംഭീരം, അതിനേക്കാൾ അജ്മൽ, ഏറ്റവും ഭംഗിയുള്ളതും ഗംഭീരവുമായ ജിഹാദിനേക്കാൾ കൂലിയുള്ള ഒരു കർമ്മം പറയട്ടെ ആയിഷ, ഹജ്ജുൻ മബ്രൂർ. മബ്രൂറായ പുണ്യങ്ങൾ നിറഞ്ഞ മനോഹരമായ ഹജ്ജ് കർമ്മത്തിൽ ഏർപ്പെടാ ആയിഷ, അത് ഗംഭീരമാണ് എന്ന്, ജിഹാദിനേക്കാൾ കൂലിയുണ്ട് എന്ന് ആയിഷ സിദ്ദീഖ റളിയല്ലാഹു തആല അൻഹയോട് പുണ്യനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ അത്രമേൽ കൂലിയുള്ള ഒരു സംഗതിയാണ്, വലിയ കൂലിയുള്ള പ്രതിഫലമുള്ള സംഗതിയാണ് ഹജ്ജ്. അതുകൊണ്ട് ജീവിതത്തിൽ നിസാരവൽക്കരിച്ചിട്ട് നമ്മൾ ഒഴിവാക്കിയിട്ടുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും ഒഴിവാക്കാൻ പാടില്ല. അങ്ങനെ ഒഴിവാക്കിയിട്ടുണ്ട് എങ്കിൽ അത് വളരെ കുറ്റകരമായ കാര്യമാണ്. പണ്ഡിതന്മാരുടെ പ്രബല അഭിപ്രായം, ഹജ്ജ് നിർബന്ധമായി ഒരിക്കലെങ്കിലും ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോയിട്ടുണ്ട് എങ്കിൽ നിങ്ങൾക്ക് രണ്ട് കാര്യങ്ങൾ ബാധ്യതയാണ്. ഒന്ന്, അത്തൗബത്തു ഇലല്ലാഹ്, അല്ലാഹുവിനോട് പശ്ചാത്തപിക്കണേ. നിങ്ങൾ പശ്ചാത്തപിച്ചേ തീരൂ, കാരണം നിങ്ങൾക്ക് ഹജ്ജ് നിർബന്ധമായിട്ട് നിങ്ങൾ ഒഴിവാക്കിയവരാണ്. അതുകൊണ്ട് പടച്ചവനോട് പശ്ചാത്തപിക്കുകയും വൽബിദാറു ഇലൽ ഹജ്ജ്, രണ്ടാമത് എത്രയും വേഗം നിങ്ങൾ ഹജ്ജ് നിർവഹിക്കുകയും ചെയ്തുകൊണ്ട് ആ പാപഭാരം ഇറക്കി വെക്കുകയും ചെയ്യണം, ആ കടമ പൂർത്തീകരിക്കുകയും ചെയ്യണമെന്നാണ് പണ്ഡിത അഭിപ്രായം. അതുകൊണ്ട് ഇത് നമ്മൾ നിശ്ചയമാക്കണം. ആ മണ്ണിൽ പോയി നിൽക്കാൻ ചിലപ്പോഴൊക്കെ അവസരങ്ങൾ കടന്നുപോയി, ഇപ്പം ആ സൗകര്യം ഉണ്ടാവില്ല, എന്നാൽ നീയത്ത് വിടരുതേ മനുഷ്യരെ, നീയത്ത് വിടരുത്. ഇല്ലാത്തവനും ഉള്ളവനും ഒക്കെ എല്ലാ മനുഷ്യരും സാഹചര്യങ്ങൾ എപ്പോഴാണ് മാറി മറിയുക. പടച്ചവൻ തീരെ നിവർത്തിയിട്ട ആൾക്കാർ പെട്ടെന്ന് പണക്കാരാവുന്ന കാലമാണിത്. എന്നാൽ വലിയ വലിയ പണക്കാരൊക്കെ ഒന്നുമല്ലാതായി മാറി പാപ്പർസുട്ടുകളായി മാറുന്ന കാലവുമാണിത്. എത്ര പെട്ടെന്നാണ് മാറുന്ന കാര്യങ്ങൾ, എത്ര പെട്ടെന്ന്. അതുകൊണ്ട് പടച്ചവൻ നമുക്ക് അനുകൂലമായ സാഹചര്യം ഒരുക്കുമ്പോൾ മതിമറന്നു പോകാതെ, മനുഷ്യനെയും പടച്ചവനെയും മറക്കാതെ, കടമകളും കടപ്പാടുകളും മറക്കാതെ നിൽക്കണമല്ലോ. അതുകൊണ്ടൊരു സൗകര്യമുണ്ടായാൽ ആ മണ്ണിൽ പോയി നിൽക്കാനുള്ള തൗഫീക്കിന് വേണ്ടി ഓരോ മനുഷ്യരും അങ്ങേയറ്റത്ത് ആഗ്രഹം വെക്കണം. ഒന്നുമില്ലാത്തവൻ പോലും, അത്താഴം കഴിക്കാൻ വകയില്ലാത്തവർ പോലും ആഗ്രഹം പടിയരുത് മനുഷ്യരെ.
ആഗ്രഹം പഠിയാൻ പാടില്ല, ആഗ്രഹം വെക്കണം. പക്ഷേ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും അതിന് സൗകര്യമുണ്ടായിട്ട് ഒഴിവാക്കിയവരുണ്ട് എങ്കിൽ ഒരു നിശ്ചയമായിരിക്കണം, ഒരു പ്രതിജ്ഞയായിരിക്കട്ടെ, എത്രയും വേഗം ആ മണ്ണിലെത്തി ഹജ്ജ് പൂർത്തീകരിക്കുമെന്നൊരു നിയ്യത്ത് നിങ്ങൾ വെക്കണം, അതിനുവേണ്ടി പ്രവർത്തിക്കുകയും വേണം. പിന്നെ ഹാജിമാരോട്, ഹജ്ജിന് വേണ്ടി പുറപ്പെടുന്നവരോട് പ്രധാനമായി സൂചിപ്പിക്കാനുള്ള കാര്യം എന്നുള്ളത്, ഹജ്ജുമായി ബന്ധപ്പെട്ടിട്ടും പ്രധാനപ്പെട്ട കാര്യം, ഈ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനോട് ഷഖീഖ് ഇബ്നു അസ്വദ് റളിയല്ലാഹു അൻഹു റഹ്മത്തുള്ളാഹി അലൈഹി താബിയാണ്, അദ്ദേഹം വന്ന് ഈ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനോട് പറയുന്നുണ്ട്, ഞാൻ ഹജ്ജിന് പോകാൻ വേണ്ടി നിൽക്കുകയാണ്, ഞാൻ ഹജ്ജിന് പോവുകയാണ്, എന്നോട് എന്തെങ്കിലും ഉപദേശിക്കാനുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. അദ്ദേഹം രണ്ട് കാര്യങ്ങൾ പറഞ്ഞു. നിന്റെ നീയത്ത് വൈങ്കാന നീയത്തൊക്ക, നിന്റെ നീയത്ത്, നിന്റെ ലക്ഷ്യമെന്നുള്ളത് അത് ഏറ്റവും സ്വാദിക്കൻ സത്യസന്ധമാണ് എങ്കിൽ, അതോടൊപ്പം തന്നെ നിന്റെ സമ്പാദ്യം അത് ശുദ്ധവുമാണ് എങ്കിൽ തീർച്ചയായിട്ടും നിന്നെ പിശാച് കീഴടക്കില്ല. അത് മാത്രമല്ല, ഇന്ന് പിറന്ന കുഞ്ഞിന് സമാനം പാപമുക്തനായി നീ അതിൽ നിന്ന് പുറത്തു വരുമെന്നും അദ്ദേഹം വിശദീകരിച്ചു കൊടുത്തു. നോക്കുക, രണ്ട് കാര്യങ്ങൾ ഹജ്ജിന് പോകുമ്പോൾ, രണ്ട് കാര്യങ്ങൾ വളരെ ഗൗരവത്തോടെ മനസ്സിലാക്കണം. ഒന്ന് നീയത്ത്, ഒന്ന് നമ്മുടെ ലക്ഷ്യം നന്നായിരിക്കണം. രണ്ടാമത്തെ കാര്യം എന്നുള്ളത് നമ്മുടെ സമ്പത്ത് ശുദ്ധമായിരിക്കണം. ഈ രണ്ട് കാര്യങ്ങൾ ഗൗരവത്തോടെ മനസ്സിലാക്കി വേണം നമ്മൾ ഓരോ ഹജ്ജിമാരും ഹജ്ജിന് വേണ്ടി പുറപ്പെടേണ്ടത്. അള്ളാഹു ചിന്തിച്ച് പ്രവർത്തിക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഹാജിമാരോട്, ഹജ്ജിന് പോകുന്നവരോട് സ്നേഹപൂർവ്വം പറയാനുള്ള രണ്ട് കാര്യങ്ങൾ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞ രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് നമ്മുടെ നിയ്യത്ത് എന്നുള്ളതാണ്. നിയ്യത്ത്, നമ്മുടെ ലക്ഷ്യം എന്നുള്ളത്, എന്താണ് ലക്ഷ്യമാക്കേണ്ടത്? ലക്ഷ്യത്തിൻ്റെ വിഷയത്തിൽ നോക്കൂ, നിങ്ങൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോട് അള്ളാഹു കഅബ പണിയാൻ വേണ്ടി സ്ഥലം കാണിച്ചു കൊടുത്തു. ഇബ്രാഹിം മക്കാനൽ ബൈത്ത്, അത് ഖുർആൻ പറയുന്ന സൂറത്ത് ഹജ്ജ് 26-ാമത്തെ ആയത്തിലും 27-ാമത്തെ ആയത്തിലുമാണ് ഹജ്ജുമായി ബന്ധപ്പെട്ട ആഹ്വാനമുള്ളതും ഹജ്ജിൻ്റെ അടിത്തറയെക്കുറിച്ച് സംസാരിക്കുന്നത്. ഈ കഅബാലയം പണിയാൻ വേണ്ടി സ്ഥലം നിർണയിച്ചു കൊടുത്തു അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് എന്ന് ഖുർആൻ ചേർത്ത് പറഞ്ഞ അല്ലാ തുശ്രികു ബി ഷൈഅ വതുഹിറ ബൈതിയ ലിത്വാഇഫീന വൽ ഖായിമീന വറുഖഇ സുജൂദ്. എന്നിട്ട് അതിൻ്റെ അടിസ്ഥാനം എന്താണെന്ന് പറഞ്ഞു കൊടുത്തു. ഈ സ്ഥലം ഇതാണ്, ഇവിടെയാണ് കഅബ പണിയേണ്ടത്. പക്ഷെ ഇതിൻ്റെ ബേസ് എന്താണെന്നറിയുമോ? ഇതിൻ്റെ അസ്ഥിവാരം എന്നുള്ളത് അല്ലാ തുശ്രികു ബി ഷൈഅ, എന്നോട് ആരെയും നീ പങ്കു ചേർക്കരുത് ഇബ്രാഹിം എന്ന്. എന്നോട് ആരെയും പങ്കു ചേർക്കാതിരിക്കുക, അള്ളാഹുവിനെ മാത്രം ആരാധനിക്കുക എന്ന അടിത്തറയിലാണ് കഅബ നിർമ്മിക്കാൻ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനോട് കൽപ്പിക്കുന്നത്. എന്നിട്ട് അള്ളാഹു പറഞ്ഞു, സുജൂദ് ചെയ്യുന്നവർക്കും റുക്കൂ ചെയ്യുന്നവർക്കും നിൽക്കുന്നവർക്കും ത്വാഫ് ചെയ്യുന്നവർക്കും ഒക്കെ വേണ്ടി ഈ കഅബാലയത്തെ നീ ശുദ്ധീകരിക്കണമെന്നും അള്ളാഹു ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനോട് പറഞ്ഞു. ശേഷമാണ് വദ്ദിൻ ഫിന്നാസി, ജനങ്ങളോട് ഹജ്ജിന് വേണ്ടി ക്ഷണിക്കണം. അള്ളാഹു പറഞ്ഞു, പിന്നെ അവർ നടന്നു വരും, അവർ വലിയ വലിയ വിദേശ പ്രദേശങ്ങളിൽ നിന്നും ദൂരതയിൽ നിന്നുമൊക്കെ അവർ ഹജ്ജിന് വേണ്ടി വന്നോളും. അമീഖ് എന്ന് പറഞ്ഞിട്ട് ഉൾപ്രദേശങ്ങളിൽ നിന്ന് പോലും അവർ വരും എന്ന് പിന്നെ ഖുർആൻ സംസാരിക്കുന്നുണ്ട്. ഇവിടെ നോക്കൂ, ഈ പറഞ്ഞിടത്ത് ആദ്യം അള്ളാഹു പറയുന്നത്, ഇബ്രാഹിം നബിയോട് പറയുന്നത് നിയ്യത്ത് നന്നാവണം ഇബ്രാഹിം എന്നാണ്. ഇത് ഈ കഅബാലയം എന്നുള്ളത് തൗഹീദിന്റെ പ്രതീകമായിട്ട് വേണം ഇവിടെ സ്ഥാപിക്കപ്പെടുകയാണ്. അല്ല, കഅബാലയം ആരാധിക്കപ്പെടുന്ന സംഗതിയല്ല. ഈ കഅബയെ ആരാധിക്കുന്നു എന്ന് വരെ ഒരു വഷളം വർത്തമാനങ്ങൾ മുസ്ലിമുകൾക്കെതിരെ നടത്തുന്നുണ്ട്. അല്ലാത്ത ഒന്നിനെയും ആരാധിക്കില്ല എന്ന് പ്രതിജ്ഞ എടുത്തവനാണ് മുസ്ലിം. ഏകനായ ഇലാഹിനെ മാത്രമേ ആരാധിക്കൂ എന്ന് ഏകത്വമാണ് ഈ ഇസ്ലാമിന്റെ ആദർശത്തിന്റെ അടിവേരെന്നുള്ളത്. അവിടെ മുസ്ലിമീങ്ങളെയും എന്ത് ചെയ്യുക, ബഹുദൈവ വിശ്വാസികളാക്കാൻ വേണ്ടിയിട്ട് ഈ വ്യത്യസ്തകളുടെയും ബഹുദൈവ വിശ്വാസികളുടെയും ആവേശപ്പുറത്ത് പറയുന്ന കാര്യമാണ് അവർ കഅബയല്ലേ ആരാധിക്കുന്നതെന്ന്. ഈ കഅബയെ നിർമ്മിക്കുമ്പോൾ പോലും പറഞ്ഞത് ഇത് തൗഹീദിന്റെ ഏകത്വത്തിന്റെ പ്രതീകമായിട്ട് വേണം ഇവിടെ സ്ഥാപിക്കാനെന്നാണ് വിശുദ്ധ ഖുർആൻ സംസാരിക്കുന്നത്. ഇത് ഏറ്റവും പ്രധാനമാണ്. ഏറ്റവും പ്രധാനം, ഹജ്ജിന് പുറപ്പെടുന്ന മനുഷ്യരുടെ ഹൃദയങ്ങളിൽ പടച്ചവനല്ലാത്ത ഒരു ശക്തിയെക്കുറിച്ചൊരു ചിന്ത പാടില്ല. വളരെ ഗൗരവമുള്ള വിഷയമാണ്. ഈ ഹജ്ജിന് പോകുന്ന ആൾക്കാരും വ്യാപകമായി പോകുന്നുണ്ട്. ആ പോകുന്നതിന് മുമ്പ് മക്ബറകളിൽ പോയിട്ട് അവിടെ പോയി സിയാറത്ത് നടത്തി അവിടെ പോയി നേർച്ചയും വഴിപാടും നടത്തിയിട്ടാണ് യാത്ര പുറപ്പെടുന്നത്. തിരിച്ചു നേരെ ദർഗകളിലേക്ക് പിന്നെയും മടങ്ങുന്ന സാഹചര്യമുണ്ട്. മുസ്ലിമുകളുടെ അബദ്ധമാണത്. ഇത് തിരുത്തപ്പെടേണ്ടതുണ്ട്. അത് മാത്രമല്ല, ഇതെല്ലാം നല്ല തൗഹീദിലുള്ള ആൾക്കാർക്ക് പോലും പറ്റുന്ന വലിയ അബദ്ധം ഹജ്ജുമായി ബന്ധപ്പെട്ട് പലരും ഇത് ശിർക്കായിക്കൊണ്ട് തന്നെയാണ് ഹജ്ജ് ചെയ്യുന്നത്. അതിൻ്റെ കാരണം റിയാ ആണ്. റിയാ, ജനങ്ങളെ കാണിക്കുക. ഹജ്ജിന് പോകുന്നു എന്ന് ജനങ്ങളെ കാണിക്കലും ഹജ്ജ് ചെയ്ത് വന്നു എന്ന് ജനങ്ങളെ അറിയിക്കലും ജനങ്ങൾക്കിടയിൽ ഹാജിയാകാൻ വേണ്ടിയിട്ട് മനുഷ്യരെ കണ്ണിലേക്ക് വേണ്ടി തന്നെ ഹാജി എന്ന രൂപം സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് ഹജ്ജിന് പോകുന്നവരുണ്ട്. ഇത് ശിർക്കാണ്. കഅബയുടെ മുമ്പിൽ നിൽക്കുന്ന തൗഹീദുമായിട്ടാണ്, അല്ലാതെ വ്യക്തികളെ കാണിക്കാൻ വേണ്ടിയില്ല. ഈ ഹജ്ജുമായി ബന്ധപ്പെട്ട് പുറപ്പെടുന്ന ആൾക്കാർ യാത്ര ചോദിക്കുന്നതും ദുആ വസിയത്ത് ചെയ്യുന്നതും ഒക്കെ സ്വാഭാവികമാണ്, അനുവദിക്കപ്പെട്ട കാര്യമാണ്. അതൊക്കെ വലിയ സമ്മേളനങ്ങളാക്കി മാറ്റി, വീട്ടിൽ വലിയ വിരുന്നാക്കി മാറ്റി, ആഘോഷമാക്കി മാറ്റി പോകുമ്പോഴും വരുമ്പോഴും അതിൻ്റെയും ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല.
ആവശ്യമുണ്ടതായിട്ട് കാണുന്നില്ല. കാരണം ഒരു അമലിന് പോവല്ലേ, നമ്മൾ അതിൻ്റെ ആളെ വിളിച്ചു കൂട്ടുന്നത് ഒരു പത്രാസ് കാണിക്കാൻ വേണ്ടിയെങ്കിലും ഭീമമായ ചിലവിൽ ആൾക്കാർക്ക് ഭക്ഷണമൊക്കെ ഒരുക്കി കൊടുത്ത് അതിൻ്റെ ആവശ്യമുണ്ടെന്ന് തോന്നില്ല. അതിൻ്റെ സിസ്റ്റം പഠിപ്പിക്കപ്പെട്ടിട്ടില്ല. ആർക്കെങ്കിലും ആഹാരം കൊടുത്താൽ കുറ്റമാണോ എന്ന് ചോദിക്കുന്നവരോട് ഈ ആഹാരം കൊടുക്കാൻ പിന്നെയും നിങ്ങൾക്ക് സമയമുണ്ട്, മുമ്പും ശേഷമൊക്കെ സമയമുണ്ട്. ഇതൊരു പത്രാസ് കാണിക്കാൻ നിങ്ങളുടെ നീയത്തിന് തകർക്കുമോ എന്നാണ് ഭയം. നിങ്ങളുടെ നീയത്തിന് തകർത്ത് കളഞ്ഞാൽ നീയത്ത് പോയാൽ പിന്നെ എന്താ അമല്? ഹജ്ജ് എന്ന വാക്കിന്റെ പോലെ അർത്ഥം എന്താണ്? കസ്ത് എന്നാണ്. ഹജ്ജ് എന്ന വാക്കിന്റെ അർത്ഥം നീയത്ത്, ലക്ഷ്യബോധം എന്നാണ്. ലക്ഷ്യം എവിടേക്ക് ലക്ഷ്യം? അള്ളാഹുവിനെ ലക്ഷ്യം വെക്കുക എന്ന്, പടച്ചവനെ ലക്ഷ്യം വെക്കുക എന്ന ഹജ്ജിന്റെ അർത്ഥം. കഅബയെ ലക്ഷ്യം വെച്ച് കഅബയിലൂടെ അള്ളാഹു എന്ന തൗഹീദ്, ഏകത്വം വാഴ്ത്തപ്പെടണമെന്ന് ഒരു മനുഷ്യന്റെ ലക്ഷ്യമെത്തി നിൽക്കുമ്പോഴാണ് ഹജ്ജ് എന്ന വാക്കിന് പോലും അർത്ഥം ഉണ്ടാവുക. ആ ഹജ്ജിന് പോകുമ്പോഴും റിയാവുമായിട്ട് ജനങ്ങളെ കാണിക്കാൻ, നാട്ടുകാരെ കൊണ്ട് പറയിക്കാൻ, അയാൾ ഹജ്ജിന് പോയിട്ടുണ്ട് ഹജ്ജിനെ പൊരിക്കുക എന്ന് ജനങ്ങളെ കൊണ്ട് പറയിക്കാൻ വേണ്ടിയിട്ടുള്ള രീതിയിൽ ഹജ്ജ് ചെയ്യൽ കരിയില്ല. പിന്നെ ഹജ്ജിന് പോകുന്ന രണ്ടാമത് ശ്രദ്ധിക്കേണ്ട വിഷയം നമ്മുടെ സമ്പത്തിൻ്റെ പരിശുദ്ധിയാണ്. കട്ടും കൊള്ളയടിച്ചും വഞ്ചിച്ചും കടം വാങ്ങിച്ച് പറ്റിച്ചതും അങ്ങനെയുള്ള തട്ടിപ്പ് പെട്ടിപ്പ് കാണിച്ച് പണം കൊണ്ട് നിങ്ങൾ പോയിട്ട് കാര്യമില്ല. അതോടൊപ്പം തന്നെ തീർക്കാൻ വലിയ ബാധ്യതകൾ നിൽക്കുമ്പോൾ, വലിയ ബാധ്യതകൾ നിന്റെ സമ്പാദ്യത്തിൽ നിന്ന് അവകാശപ്പെട്ട ബാധ്യതകൾ നിൽക്കുമ്പോൾ, കടബാധ്യതകൾ നിൽക്കുമ്പോൾ, അവർ അത്യാവശ്യക്കാരായിരിക്കുമ്പോൾ ആ ബാധ്യതകളൊന്നും നിറവേറ്റാതെ ഞാനൊരു ഹജ്ജ് പോയിട്ട് വരട്ടെ എന്ന നിലയിൽ പോയാൽ അത് ഉൽമാണത്. അത് ഒരിക്കലും ന്യായീകരിക്കപ്പെടില്ല. അതുകൊണ്ട് നമ്മുടെ സമ്പാദ്യം പരിശുദ്ധമായിരിക്കണം. ഹജ്ജിന് വേണ്ടി പുറപ്പെടുന്ന മനുഷ്യൻ്റെ ഓരോ നാണയവും ശുദ്ധമായിരിക്കട്ടെ. അതുകൊണ്ട് ശുദ്ധമല്ലാത്ത പണവും കൊണ്ട് ഹജ്ജിന് പോകണ്ട. ഈ രണ്ട് കാര്യങ്ങൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കുക. നമ്മുടെ സമ്പാദ്യം ശുദ്ധമായിരിക്കണം, നമ്മുടെ ഹൃദയവും ശുദ്ധമായിരിക്കണം. അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഹജ്ജ് പൂർത്തീകരിച്ച് വരുമ്പോൾ ആ ഹജ്ജിന് പറയുന്ന പേരാണ് ഹജ്ജുൻ മബ്രൂർ, പരിശുദ്ധമായ പുണ്യമാക്കപ്പെട്ട ഹജ്ജ്. ആ ഹജ്ജ് പൂർത്തീകരിക്കുന്ന മനുഷ്യൻ അന്നോളം ചെയ്ത് ചെറു പാപങ്ങൾക്കത് പരിഹാരമാണ്. അവൻ പാപങ്ങളിൽ നിന്ന്, ആ കരകളിൽ നിന്ന് ശുദ്ധീകരിച്ച് പുറത്തു കൊണ്ടുവരപ്പെടുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഏതുപോലെ എന്നറിയുമോ? വെള്ളിയും സ്വർണവും ഇരുമ്പും അടങ്ങുന്ന ലോഹങ്ങളെ അഗ്നിശുദ്ധി വരുത്തുന്നത് പോലെ ഒരു മനുഷ്യനെ ഹജ്ജും ഉംറയും ശുദ്ധീകരിച്ച് പുറത്തു കൊണ്ടുവരും. അതുകൊണ്ട് നിങ്ങൾ അടിക്കടി ഹജ്ജും ഉംറയും ചെയ്യണേ എന്ന് പുണ്യ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇതാ റസൂൽ പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് വലിയൊരു ശുദ്ധീകരണ പ്രക്രിയയ്ക്ക് പോകുമ്പോൾ നമ്മുടെ നിയ്യത്തും നമ്മുടെ സമ്പാദ്യങ്ങൾ നന്നാക്കാൻ എല്ലാ ഹാജിമാരും ശ്രദ്ധിക്കുക. അല്ലാഹു ചിന്തിച്ച് പ്രവർത്തിക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ.